ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഡ്രെയിനേജ് ലൈനുകൾ അഥവാ നമ്മുടെ വേസ്റ്റ് വാട്ടർ ലൈനുകൾ ഇടുന്നത് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന സാധാരണ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഭൂമി കുഴിച്ചിട്ട് ആ ഭൂമി കുഴിക്കുന്ന ഭാഗം എങ്ങനെയാണോ അതിന് ചെറിയ സ്ലോപ്പൊക്കെ ഇട്ട് അങ്ങ് വെറുതെ അങ്ങ് പൈപ്പ് ലേ ചെയ്യാറാണ്. ചിലപ്പോൾ സ്ലോപ്പൊന്നും ഉണ്ടാവാറില്ല. അത് ഓരോ കുഴി എടുക്കുന്ന രീതിയുടെ അനുസരിച്ചിട്ട് അവരങ്ങ് ഇടാറാണ് പതിവ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ഈ പറയുന്ന ഡ്രെയിനേജ് പിറ്റുകളിലേക്കുള്ള ലൈനുകൾ നമ്മൾ കൊടുക്കേണ്ടത്. ഡ്രെയിനേജ് പിറ്റുകളിലേക്കുള്ള ലൈനുകൾ കൊടുക്കുമ്പോഴുണ്ടാകും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് വരുന്ന ഡ്രെയിനേജിൻ്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഒരു പ്രത്യേകത കൊണ്ട് ഇതിനകത്തൂടെ ഡ്രെയിനേജിൻ്റെ കൂടെ വേസ്റ്റും കൂടെ ഉണ്ടാവും. ചില സമയത്ത് നമ്മുടെ കൈ കഴുകുന്ന ഒരു ഭാഗത്തു നിന്ന് പോകുന്ന ഒരു വെള്ളത്തിനകത്താണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഴുക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് വരുന്ന ബാലൻസ് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളോ ഈ പറയുന്ന പൈപ്പിനകത്ത് തങ്ങി നിൽക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ഡ്രെയിനേജിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് ഡ്രെയിനേജിനകത്ത് വരുന്നൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ഡ്രെയിനേജിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായാലും കുഴപ്പമാണ്, ഒട്ടും ഇല്ലേലും കുഴപ്പമാണ്. അപ്പോൾ അതിനൊരു മിനിമം സ്ലോപ്പ് ഉണ്ടായിരിക്കണം, വളരെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ 1 മീറ്ററിന് ഏകദേശം 1 സെൻറ്റിമീറ്റർ സ്ലോപ്പ് വെച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു 30 മീറ്റർ നീളത്തിലൊരു ഡ്രെയിനേജ് ഇടുകയാണെങ്കിൽ ഏകദേശം 1 അടി വരെ സ്ലോപ്പ് കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഈ ഡ്രെയിനേജിനകത്തൂടെ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഈ പടത്തിൽ കാണുന്ന പോലെ ഇതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഈ കൈ കഴുകുന്ന വെള്ളത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വെള്ളത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ, നമ്മളുടെ ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പോകുന്ന സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റും ഏതാണെങ്കിലും, ഇനി ക്ലോസറ്റിൻ്റെ ആണെങ്കിൽ പോലും ക്ലോസറ്റിൻ്റെ വലിയ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ അതും ഇങ്ങനെ തന്നെയായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, സ്ലോപ്പ് കൂടുതലാണെങ്കിൽ വെള്ളം വളരെ ഫാസ്റ്റായിട്ട് പോകും, പക്ഷേ ഇതിനകത്തെ വേസ്റ്റ് എന്ന് പറയുന്നത് ആ പൈപ്പിൽ തന്നെ തങ്ങി നിൽക്കും. ഇനി സ്ലോപ്പ് ഒട്ടും ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റും വെള്ളവും അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പ്രഷർ കിട്ടത്തില്ല. അപ്പോൾ ഒരു നോർമൽ പ്രഷറിൽ ഈ വെള്ളവും പോയാൽ മാത്രമേ അതിൻ്റെ കൂടെ ഈ വേസ്റ്റും കൂടെ മൂവ് ചെയ്ത് പോകുന്നൊരു സ്വഭാവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രെയിനേജ് പിറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാർപ്പായിട്ട് ഏകദേശം 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന രീതിയിൽ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലോപ്പ് കാണണം എന്ന് പറയുന്നൊരു സിസ്റ്റം. നമ്മൾ ഡ്രെയിനേജിന് വേണ്ടി പലതരത്തിലുള്ള പൈപ്പുകൾ ഉപയോഗിക്കും. പണ്ട് ഉപയോഗിച്ചിരുന്നത് സിമൻറ്റ് പൈപ്പുകളാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ PVC പൈപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊന്നും കൂടാതെ നമുക്കുള്ള പലതരം പൈപ്പുകൾ ഇപ്പോൾ ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് HDPE എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ ഈ പടത്തിൽ കാണുന്നത് ഈ പോളി എത്തിലീൻ പൈപ്പിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇത് ഡ്രെയിനേജിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഈ പൈപ്പുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സാധാരണ PVC പൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വെയിറ്റ് കുറഞ്ഞ PVC പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രെയിനേജിനെ ലൈൻ കണക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രെയിനേജിന് ലൈൻ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ എൽബോ ഒന്നും ഉപയോഗിക്കരുത്. നമുക്കറിയാം എൽബോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വന്ന് ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫിഗറിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് ബ്ലോക്ക് ആകാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കുറയ്ക്കുക, ബെൻഡുകൾ മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ബെൻഡ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അത് കഴുകാനോ അല്ലെങ്കിൽ അതിലെ കൂടെ നമുക്ക് പ്രഷർ വാഷ് ചെയ്യാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങളും കൂടെ ഉണ്ടാക്കി വയ്ക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഈ ഫിഗറിൽ കാണുന്ന പോലെ വൈ എന്ന് പറയുന്ന ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് വേണം കണക്ട് ചെയ്യാൻ. അതെങ്ങനെയായിരിക്കണം, അതിനകത്ത് വേസ്റ്റ് വന്ന് തങ്ങാത്ത വിധത്തിലൊക്കെ വേണം നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ വീട്ടിനകത്തുണ്ടാകുന്ന ഈ ഡ്രെയിനേജിലുണ്ടാകുന്ന ബ്ലോക്കുകൾ കുറേ അധികം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഈ ഡ്രെയിനേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടെ നല്ല പ്രഷറിൽ വെള്ളം അടിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇരട്ടിയിൽ കൂടുതൽ സമയം നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.